ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ ശുക്ർ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതിന് നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ അള്ളാഹുവിന് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ മനുഷ്യർക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും നന്ദി ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. നന്ദി ചെയ്യുന്നത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളോട് ചെയ്യുന്ന നന്മകൾക്ക്, നമ്മളോട് ചെയ്യുന്ന കാരുണ്യത്തിന് ഒക്കെ തിരിച്ചും നന്ദി ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുക എന്ന ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മളെ ഒരുപാട് നമുക്കൊരുപാട് സന്തോഷത്തിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരും. ശരിക്ക് മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇതിന് ഒരുപാട് പങ്കുണ്ട്. മനുഷ്യരുടെ പരസ്പരമുള്ള സ്നേഹബന്ധത്തിന്, അവരുടെ പരസ്പരമുള്ള ഒരു റെസ്പെക്റ്റിന് അല്ലെങ്കിൽ വിശ്വാസത്തിന് ഒക്കെ ഒരാൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം. നമ്മൾ അവരോട് ദീനീപരമായിട്ട് നമ്മളാണെങ്കിൽ ജസാക്കല്ലാഹു ഖൈർ എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മല്ലാ യഷ്കുരിൻ നാസ ലാ യഷ്കുരില്ലാഹ. ജനങ്ങളോട് നന്ദി ചെയ്യാൻ പറ്റാത്ത ആൾക്ക് അള്ളാഹുവിനോട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളോട് നന്ദി ചെയ്യാത്ത ഒരാൾ അള്ളാഹുവിനോട് ചെയ്യുന്നില്ല എന്ന്. കാരണം അള്ളാഹുവിനെ എത്രത്തോളം അള്ളാഹുവിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ ആ ഒരു അബ്ദായി പോരുന്ന ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും ജനങ്ങൾ എന്നുള്ളത് നമ്മളുടെ ആ ഒരു പരിധിക്കപ്പുറമല്ല. അവരെയും കൂടെ പരിഗണിക്കലൊരു മുഅ്മിന് അത് അത്യാവശ്യമാണ്. മുഅ്മിൻ എപ്പോഴും നന്മ, അവൻ്റെ ആ ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹുവിലുള്ള ആ ഒരു നിസ്കാരം അല്ലെങ്കിൽ നോമ്പ്, അങ്ങനെയുള്ള ഹജ്ജ് എന്ന് പറഞ്ഞുള്ള ഇബാദത്തുകൾ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു പരസ്പരം നമ്മൾ സൗഹാർദ്ദത്തിൽ അല്ലെങ്കിൽ പരസ്പരം നല്ല നന്മ പരസ്പരം ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുക, പരസ്പരം നന്മ ചെയ്യുക, ആ ഒരു ഇതുപോലെ വല്ലതൊക്കെ എല്ലാവരോടും നന്ദി കാണിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെ ഇതൊക്കെ അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളോടും കൂടെ നമ്മളുടെ ഉത്തരവാദിത്വം ചെയ്യുമ്പോഴാണ്, നമ്മളോട് അടുത്ത ആളുകളോട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു പൂർണ്ണമായ ഒരു ദീനിൻ്റെ ഒരു അല്ലെങ്കിൽ മുഅ്മിനാകുന്നത്. അപ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ ഒരാൾ വല്ലതും ചെയ്തു തന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു കാര്യം നമുക്ക് ചെയ്തു തന്നോ, അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞോ, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു അനുഗ്രഹം അവർ കാരണമായിട്ടുണ്ടായി ഒക്കെ ആവുമ്പോൾ നമ്മൾ പല രീതിയിലൂടെ നമ്മൾ നന്ദി പ്രകാശിപ്പിക്കാറുണ്ട്. അല്ലാത്തത് അതൊരു നന്ദി കേട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതൊരു ആ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടാവും, ഒരു ഈഗോ നമുക്ക്. കാരണം ഒരാളോട് നമുക്ക് തിരിച്ച് ഒന്നും പറയാത്തൊരവസ്ഥയിൽ നമ്മൾ തന്നെ നമ്മളെ മനസ്സിനെ തന്നെ ദുഷിപ്പിക്കുന്നൊരവസ്ഥയാണ്. ഒരാൾ നമ്മളൊന്ന് ആ രീതിയിൽ അതല്ലാതെ നമ്മളൊരു ആർക്കെങ്കിലും നന്ദി തിരിച്ച് ചെയ്യുന്ന പക്ഷം നമുക്ക് അവരുള്ളൊരു സ്നേഹബന്ധം കൂടും. തിരിച്ചുള്ള ഒരു നമ്മൾ പരസ്പരമുള്ള ആ ഒരു കെട്ടുറപ്പ്, ആ ഒരു ബന്ധത്തിനെ അത് ഊട്ടിയുറപ്പിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അതിൻ്റെ ഇടയിലുള്ള ഒരു കാലങ്ങളായിട്ടുള്ള അവരുടെ ഇടയിൽ ഒരു സ്നേഹബന്ധം നിലനിൽക്കും. ഇങ്ങനെ മനുഷ്യരുടെ ഇടയിൽ അതൊരു സാമൂഹിക ബാധ്യത കൂടിയാണ് ശരിക്ക് നന്ദി പറയുക അല്ലെങ്കിൽ നന്ദി ചെയ്യുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടായി കിട്ടാനും ഒക്കെ ഇത് നല്ലതാണ്. അർത്ഥം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവികളാണല്ലോ നമ്മൾ. ഒരു പരസ്പരമുള്ള സാഹോദര്യത്തിലൂടെ, ഐക്യത്തിലൂടെ, സ്നേഹത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക്
നമുക്ക് പരസ്പര ബഹുമാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ ഒരു മാനുഷിക മൂല്യങ്ങളെ നിലനിർത്താൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.